ഹലോ. അപ്പം അത് കുറേ ദിവസത്തെ ഞങ്ങളുടെ കാത്തിരുന്ന ഒരു ദിവസമാണ് കേട്ടോ അത്. അപ്പോൾ ഒരു പൂരം സ്പെഷ്യലൊക്കെയാണ്. അപ്പോൾ എന്താണ് കാത്തിരുന്നത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാദ്യം ഒരു ഷഷ്ടി ദിവസം ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പൂരം ഉണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പൂരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഷഷ്ടി ദിവസമായിരുന്നു. അപ്പം മുരുകൻ്റെ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സീരിയലത്തെ പോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ണിക്ക് വേഗം ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കൊടുത്തിട്ട് വേഗം അമ്പലത്തേക്ക് പോകാൻ വിചാരിച്ചു. ഞങ്ങൾ അല്ലെങ്കിൽ ലേറ്റായി. അപ്പോൾ വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ഒരു ജലദോഷം വന്നതിന് ശേഷം ഉണ്ണി ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. എപ്പോഴും ദോശ മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് മൊരിയിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സായിരുന്നു ഞാൻ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഷാൾ ഇട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ഡ്രസ്സായിരുന്നു. അപ്പോൾ ഷഷ്ടിയൊക്കെ കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ഞങ്ങളുടെ ഇവിടെ പൂരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം മുരുകൻ്റെ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തൊഴുത് വന്ന് ഉണ്ണിക്ക് കുറച്ച് ടോയ്സൊക്കെ മേടിച്ചു കേട്ടോ. എന്താ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഉണ്ണി. അങ്ങനെ അവിടുന്ന് ഒരു കാറ് മേടിച്ച് വന്ന് പിന്നെ എനിക്കൊരു കടയിൽ കയറാനുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു കാറ് വേണം പറഞ്ഞിട്ട് വാശി പിടിച്ച് അങ്ങനെ ഒരു ലൈറ്റൊക്കെ കത്തണ ഒരു കാറ് മേടിച്ചു കേട്ടോ. അപ്പോൾ ഉണ്ണി ഭയങ്കര ഹാപ്പി ആയിട്ടോ 2 കാറൊക്കെ കിട്ടിയപ്പോൾ. പൂരത്തിനോടനുബന്ധിച്ച് നാവോറൊക്കെ പാടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
സംഭവമൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ? അപ്പോൾ ഞാൻ ഉണ്ണിയുടെ പിന്നെ അതിന് ശേഷം ഞാൻ ഉണ്ണിയുടെ മുടിയൊക്കെ ഒന്ന് വെട്ടാം സ്റ്റൈലാക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഷോപ്പിൽ പോയി. അപ്പോൾ അവിടെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഹെയർ കട്ടൊക്കെ ചെയ്ത് ഒന്ന് കുട്ടപ്പനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഹെയറൊക്കെ കട്ട് ചെയ്ത് 2 വരയൊക്കെ വരച്ച് ചുള്ളനായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പം അന്ന് രാത്രി ആയിരുന്നു കേട്ടോ ഞാൻ കുറേ മാസമായിട്ട് കാത്തിരുന്നു പറഞ്ഞ സംഭവം. അപ്പോൾ തിരുവാതിരക്കളിയായിരുന്നു. കുറേ മാസമായിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും അതും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് പുതിയ സെറ്റ് മുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. സെറ്റ് മുണ്ടും പിന്നെ വള മാല എല്ലാം പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡാൻസിന് വേണ്ടിയിട്ട്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറേ മാസങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയായിരുന്നു പരിപാടി. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പൂവൊക്കെ നല്ല വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് പൂവായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് സാരി ഇഷ്ടപ്പെട്ടോ? സെറ്റ് മുണ്ട് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതായിരുന്നു ഒരു ഫൈനൽ ലുക്ക്.
കടയ്ക്ക് വളയൊക്കെ മേടിക്കാൻ പോയപ്പോഴാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു ഐറ്റം കണ്ടത്, സെക്കൻഡ് സ്റ്റഡിൻ്റെ അത്. അപ്പോൾ ഞാനതൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസം ഇപ്പോഴാണ് ഇന്ന് കടയിൽ പോയപ്പോൾ ഇങ്ങനെ സംഭവം കണ്ടത്. ഇട്ടിട്ട് കാണിച്ചു തരാം. വാവ്, നല്ല ഷൈനിങ് ഇല്ലേ. ആദ്യം ഞാൻ മൂക്കുത്തി ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഡയമണ്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയിട്ട് നോക്കാം. മൂക്കിലിട്ടപ്പോൾ ഇത്ര വലുതാണ്, എനിക്കത് അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റഡ് തന്നെ മാറ്റാമെന്ന് കേട്ടോ. മൂക്കിലിട്ടപ്പോൾ നല്ല വലുതല്ല എൻ്റെ ഫേസിലേക്ക് എടുക്കാൻ. അപ്പം ഞാനത് മാറ്റാം. അപ്പം ഞാൻ അത് കാതിൽ ഇട്ടു കേട്ടോ. ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം കാത് കുത്തിയപ്പോൾ ഇങ്ങനത്തെ ഒരു സിൽവറിൻ്റെ വലുതായിരുന്നു ഇട്ടുണ്ടായിരുന്നത്, പക്ഷെ അതെൻ്റെ പൊട്ടിപ്പോയി. പിന്നെ ഞാൻ മൂക്കുത്തി എനിക്ക് പുതിയത് കിട്ടിയപ്പോൾ ഞാൻ അതായിരുന്നു കേട്ടോ ചെറുത് ഇതിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കൂടെ ഇട്ടു. പിന്നെ മൂക്കിൽ ഡയമണ്ടാണ് കേട്ടോ അത്. അപ്പോൾ അതന്നെ അങ്ങനെ ഇട്ടു. അപ്പോൾ എങ്ങനെയുണ്ട്, മൂക്കിലിട്ടിട്ടാണോ കാതിലിട്ടിട്ടാണോ ഭംഗി? ഇത് ഞാൻ ഒരു കാത കുത്തിയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാൻ കുത്തിയതാണ്. അപ്പം ഞാനത് തിരിച്ച് കാതിൽ തന്നെ ഇട്ടു. എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണേ. സെക്കൻഡ് സ്റ്റെഡായിട്ട് ഇട്ടു ഞാനത്. കുറച്ച് വലുതിട്ടപ്പോഴാണ് അറിയണത്. അതെനിക്ക് കുഴപ്പമില്ല കേട്ടോ, കാതിലിടുമ്പോഴേക്ക് കുഴപ്പമില്ല. പക്ഷേ മൂക്കുത്തി ഇട്ടിട്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. കാതിലിട്ടപ്പോൾ നല്ല ഭംഗിയില്ലേ, നല്ല ഷൈനിങ് ഉണ്ട്. ഇത്ര വലുത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണത്. അല്ല, ആദ്യം ഇട്ടത് അങ്ങനെയായിരുന്നു, പിന്നെ കുറേ ഇട്ട് ഇടാറില്ല. അപ്പോൾ വീണ്ടും ഇതാണല്ലോ അപ്പം ട്രെൻഡ്. അപ്പം ഞാൻ അങ്ങനെ മേടിച്ചു. നല്ലത് കണ്ടപ്പോൾ അങ്ങോട്ട് മേടിച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഭഗവതിയുടെ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഇന്നാണ് കേട്ടോ പൂരമുള്ളത്. അപ്പോൾ ഭയങ്കര അടിച്ച് പൊളിക്കണ ദിവസമാണ് ഇന്ന്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ അവിടെ ഭയങ്കര അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും തൊഴുത് തിരിച്ച് പോവുകയാണ് കേട്ടോ. പുറത്തിറങ്ങിയ ഉണ്ണിക്ക് പിന്നെ ടോയ്സ് വേണം. പിന്നെ പൂരം കൂടി ആകുമ്പോൾ പറയണ്ടല്ലോ, എല്ലാവരുടെയും കളർഫുള്ളായിട്ടുള്ള ടോയ്സും ബലൂൺസും അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ തിരുവാതിരക്കളിയുടെ പോസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ അവിടെ തന്നെ ഒരു വീട്ടിൻ്റെ അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ കുറേ ഈ ഐറ്റമൊക്കെ മേടിച്ചു. ബിങ്കോൻ്റെ ടേസ്റ്റാണ്. പിന്നെ പൊരി, മുറുക്ക്, 6 നമ്പർ ഒക്കെ മേടിച്ച് അതൊക്കെ കുറച്ച് നേരം കഴിച്ചിങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ പൂരം ദിവസത്തെ എൻ്റെ കോസ്റ്റ്യൂം. ഇപ്പം അടുത്ത് ഞാനൊരു സാരി പിങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലൗസും പിന്നെ സെറ്റ് മുണ്ടൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ, റീൽസൊക്കെ എടുത്തു. പിന്നെ ഉണ്ണി ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് പൊരി, മിച്ചറ്, മുറുക്ക് അതൊക്കെ കൂട്ടിയിട്ട് അതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇങ്ങനെയൊക്കെ വളയൊക്കെ ഇട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ വളയൊക്കെ ഇടാൻ. ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്, വള ഇടുമ്പോൾ ഇടണവർ ഭയങ്കര ഹാപ്പി ആയിരിക്കുമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ കുറേ ഭയങ്കര ഹാപ്പി ആയിരിക്കുമെന്ന്. അപ്പം ഞാനും വളയിടുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നാറുണ്ട്. ആ ദിവസം നല്ല ഹാപ്പി ഡേ ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു പോപ്പ് ചെയ്യണ ഒരു പടക്കം പോലത്തെ ഒരു സംഭവം അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിക്ക്. പിന്നെ ഉണ്ണിക്ക് ഇഡ്ഡലിയും കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ അതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഞങ്ങളൊക്കെ സീനിയേഴ്സ് അങ്ങനെ ഗ്യാങ്ങിലാട്ടോ വരിക. ഓരോ സൈഡിനും ഓരോ ദേശത്തിനൊക്കെ ഓരോരോ ഇതുണ്ട്. അപ്പം അങ്ങനെ ഇങ്ങനെ കാട്ട്, രണ്ട് കൈയും പൊക്ക്. സീനിയേഴ്സ് വൈകുന്നേരം ജീൻസ് ഇടണ്ടേ, വെയ്യ പാൻറ് ഇടണ്ടേ? ഇപ്പം മുൻകൂരിക്കാല്ലേ, നമ്മൾ അമ്പലത്തിൽ പോയി വന്നല്ലേ സീനിയേഴ്സ് അത്. ഓ വാവ്, ഇങ്ങനെ കൈ ആക്ക്, രണ്ട് കൈ ഇങ്ങനെ ആക്ക്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ വേറെ ഒരു ഗ്യാങ്ങിൻ്റെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ വക കൊട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് റോട്ടിക്ക് ഓടിപ്പോയി. ഫുൾ ഓട്ടാണ്, ഫ്രണ്ടിൽ കൂടെയും ബാക്കിൽ കൂടെയും എല്ലാ സൈഡിൽ കൂടെയും ഓരോരോ ട്രൂപ്പിൻ്റെ പോവുകയാണ് കേട്ടോ.
അപ്പോൾ ഉണ്ണിക്ക് ബലൂണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ കളിച്ചു. ആരാണല്ലോ പണ്ടൊക്കെ ബലൂൺ ഇങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ കളിക്കുന്നത് ഒരു പ്രത്യേക ഒരു നൊസ്റ്റാൾജിയ അല്ലേ. അത് കഴിഞ്ഞപ്പോൾ ഐസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വണ്ടിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണീനെ കണ്ടപ്പോൾ അവർ ചുറ്റിപ്പരിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഐസൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഞാനും വേഗം കഴിക്കാൻ നിന്നു കേട്ടോ. കാരണം ഇനിയിപ്പോൾ ബാക്കത്തെ സൈഡിൽ കൂടിയൊക്കെ പോവും. അപ്പോൾ അതാണ് ഞങ്ങൾ സീനിയേഴ്സിൻ്റെ ഒക്കെ അത് കൂടെ പോകുമ്പോഴേക്ക് ഞങ്ങൾക്ക് വേഗം അങ്ങോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ണി വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഊരായ നല്ല രസമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് ഒരു ദിവസം കടന്നു പോകുന്നത് അറിയില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറേ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ സീനിയേഴ്സിൻ്റെ കൂടെ തന്നെ കുറേ ഇങ്ങനെ നടന്നു. ടൗണിലൊക്കെ കുറച്ച് കറങ്ങാണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ പോയി അങ്ങനെ അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വോയിസ് ഓവർ കൊടുക്കണില്ല. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കൂ, ഞങ്ങളുടെ പൂരം വിശേഷങ്ങൾ എല്ലാവരുടെയും ഓരോ ദേശത്തിൻ്റെയൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ സീനിയേഴ്സിൻ്റെ ഉണ്ടായിരുന്നത്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു.